നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. റിയോ ഡി ജനീറോയിൽ ഊഷ്മള സ്വീകരണം. പുതിയ പാർട്ടി പ്രഖ്യാപിച്ച് ഇലോൺ മസ്ക്. ദ അമേരിക്ക പാർട്ടി എന്ന പേര്. ലക്ഷ്യം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകൽ. നിലവിലെ പാർട്ടികൾ ജനങ്ങളെ വഞ്ചിക്കുന്നുവെന്നും മസ്ക്. വീണ്ടും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPM. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപേക്ഷിച്ച് ദിവസവും അരമണിക്കൂർ പലസ്തീൻ ഐക്യദാർഢ്യത്തിനായി നീക്കിവെക്കണമെന്ന് MA ബേബി. പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികൾ മനസ്സിലാക്കണമെന്നും MA ബേബി. നിപയിൽ അതീവ ജാഗ്രത. കേന്ദ്ര സംഘം കേരളത്തിലേക്ക്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് ആരോഗ്യ മന്ത്രാലയം. പാലക്കാട് രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരം. ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയത്തിനരികെ ഇന്ത്യ. 608 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ 100 തികയും മുമ്പ് 5 വിക്കറ്റ് നഷ്ടം. വിക്കറ്റ് വേട്ട നയിച്ച് ആകാശ് ദീപ് സിംഗ്. ക്ലബ് ലോകകപ്പിൽ സെമി ലൈനപ്പായി. റയൽ മാഡ്രിഡ് PSG-യെയും ചെൽസി ഫ്ലൂമിനൻസിനെയും നേരിടും. ക്വാർട്ടറിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ മറികടന്ന് റയൽ. ബയേണിനെ തോൽപ്പിച്ച് PSG. വിശദമായ വാർത്തയിലേക്ക്. പുരോഗമന വിരുദ്ധ സമരവുമായി CPM. പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗം അരമണിക്കൂർ ഉപേക്ഷിക്കാൻ നിർദ്ദേശം. കമ്പ്യൂട്ടർ, മൊബൈൽ തുടങ്ങിയ ഉപയോഗിക്കാതെ ദിവസവും അരമണിക്കൂർ പലസ്തീൻ ഐക്യദാർഢ്യത്തിനായി നീക്കിവെക്കണമെന്നും മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികളെ ഡിജിറ്റൽ സത്യാഗ്രഹം ബാധിക്കണമെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ദിവസവും രാത്രി 9 മുതൽ 9:30 വരെ മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഡെസ്ക്ടോപ്പുകളോ ഉപയോഗിക്കരുതെന്നാണ് CPM നിർദ്ദേശം. പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ പേരിലാണ് പുരോഗമന വിരുദ്ധ സമരത്തിനുള്ള ആഹ്വാനം. മൈക്രോസോഫ്റ്റ് അടക്കമുള്ള IT കമ്പനികളെ പ്രതിഷേധം ബോധ്യപ്പെടുത്താൻ അരമണിക്കൂർ നടക്കുന്ന ഡിജിറ്റൽ സത്യാഗ്രഹത്തിലൂടെ സാധിക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 9:30 വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വെക്കുക. പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ച് വെക്കുക. ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഈ സമയം നിശ്ചലമായിരിക്കുക. ഈ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവരെല്ലാം മനസ്സിലാക്കും ലോകത്ത് ധാരാളം മനുഷ്യർ പാലസ്തീനിൽ നടക്കുന്ന ഈ മഹാപാതകങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ കഴിയും എന്നാണ് കരുതുന്നത്. കാലോചിതമായ സമരമാണ് മൊബൈൽ കമ്പ്യൂട്ടർ ബഹിഷ്കരണമെന്നും CPMന്റെ പുതിയ സമരമുറയ്ക്ക് ധാരാളം അഭിനന്ദനങ്ങൾ ലഭിക്കുന്നതായുമാണ് MA ബേബിയുടെ വാദം. വളരെ വളരെ ശരിയും ശാസ്ത്രീയവും ഭാവനാപൂർണവും കാലോചിതവുമായ ഒരു സമരരീതിയാണ് CPIM പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ IT ഹബ്ബായി കേരളത്തെ മാറ്റിയെടുക്കാൻ ഇടതുമുന്നണി സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് വാദങ്ങൾ. സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM ആകട്ടെ അരമണിക്കൂർ ഡിജിറ്റൽ സാങ്കേതികത ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. ലോകമാകെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു. ഭാരതവും സമസ്ത മേഖലയിലും ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്ന സ്വപ്നങ്ങൾ കാണുകയാണ്. ആ സ്വപ്നങ്ങളുടെ ചിറകരിയുന്ന സമരമുറകളാണ് CPM മുന്നോട്ട് വെക്കുന്നത്. ട്രാക്ടറിനും കമ്പ്യൂട്ടറിനുമെതിരെ സമരം നടത്തിയതുപോലെ കാലം തെളിയിക്കും CPMന്റെ പുതിയ സമരമുറ ശരിയോ തെറ്റോ എന്ന്. ഡൽഹിയിലെ CPM ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും S നന്ദഗോപൻ, ജനം. പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെത്തി. ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി എത്തിയത്. ബ്രസീൽ തലസ്ഥാനമായ റിയോ ഡി ജനീറോയിൽ എത്തിയ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മളമായ വരവേൽപ്പ് നൽകി. ബ്രസീലിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സൗഹൃദം പങ്കുവച്ചു. കലാപരിപാടികൾ ഉൾപ്പെടെ ഒരുക്കിയാണ് പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകിയത്.
രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച രാഷ്ട്രത്തിന്റെ അനശ്വരപുത്രനാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിതവും സ്വയം പര്യാപ്തവുമായ ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന്റെ ആദർശങ്ങളും തത്വങ്ങളും വിലമതിക്കാനാകാത്തതാണെന്നും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലൂടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വപ്നമാണ് നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും എക്സിൽ കുറിച്ചു. ഒരു രാജ്യത്തെ 2 പതാകകളും 2 ഭരണഘടനകളും 2 പ്രധാനമന്ത്രിമാരും വേണ്ടെന്ന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ നിലപാട് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു JP നദ്ദയുടെ പോസ്റ്റ്. നവതിയുടെ നിറവിൽ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദലൈലാമയ്ക്ക് ജന്മദിന ആശംസകൾ നേർന്നു. വടക്കൻ ടിബറ്റിൽ ജനിച്ച ടെൻസിൻ ഗാറ്റ്സോ 2ാം വയസ്സിലാണ് 14ാം ദലൈലാമയാകുന്നത്. പ്രായം 15 ആയപ്പോഴേക്കും അധിനിവേശത്തിന്റെ നോവറിഞ്ഞ് ഭാരതത്തിലേക്കുള്ള പലായനം. ചൈനീസ് പട്ടാളത്തിന്റെ ആയുധത്തിനും കരുത്തിനും മുന്നിൽ ബുദ്ധഭിക്ഷുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായതോടെ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ ആശ്രമം സ്ഥാപിക്കാൻ ഭാരതം സ്ഥലം കൊടുത്തു. അവിടെ ഇരുന്ന് ടിബറ്റിന്റെ ഭരണത്തിനായി സമിതിയെ നിയോഗിച്ചു. പാർലമെന്റിന് രൂപം കൊടുത്തു. ചൈനയിൽ നിന്ന് ടിബറ്റിനെ മോചിപ്പിക്കാൻ സമാധാനത്തിന്റെ എല്ലാ വഴികളും തേടി. നൊബേൽ സമ്മാനം നൽകിയാണ് സമാധാന ശ്രമങ്ങളെ ലോകം അംഗീകരിച്ചത്. 6 നൂറ്റാണ്ട് പിന്നിട്ട ആധ്യാത്മിക പ്രസ്ഥാനത്തെ 9 പതിറ്റാണ്ടായി നയിക്കുന്ന ആത്മീയ ആചാര്യൻ നവതിയിലെത്തി നിൽക്കുമ്പോൾ വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിൽ 130 വയസ്സുവരെ താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കി. മരണത്തിന് ശേഷമാകും തന്റെ പിന്തുടർച്ചാ അവകാശിയെ പ്രഖ്യാപിക്കുകയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദലൈലാമയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നു. പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ കോണിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികൾ ധരംശാലയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും രാജീവ് രഞ്ജൻ സിംഗും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. Your Holiness, you are more than a spiritual leader. You are a living bridge between ancient wisdom and the modern world. For over 7 decades, you have carried the light of Buddha's teachings with humility and clarity, guiding not only followers of Tibetan Buddhism, but people of all faith and backgrounds. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ബുദ്ധമത വിശ്വാസികൾ ദലൈലാമയുടെ നവതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ജനം, ഡൽഹി. ലോകമാദരിക്കുന്ന ആത്മീയ ആചാര്യൻ ദലൈലാമയ്ക്ക് ഇന്ന് നവതിയാണ്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടക്കുന്ന ചടങ്ങിൽ ലോകത്തിന്റെ വിവിധ കോണിൽ നിന്നും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ, ജോർജ് ബുഷ്, ബരാക് ഒബാമ തുടങ്ങിയവർ വീഡിയോ സന്ദേശത്തിലൂടെ 14ാം ദലൈലാമയ്ക്ക് ആശംസ അറിയിച്ചു. 140 കോടി ഭാരതീയരും ദലൈലാമയ്ക്ക് ദീർഘായുസ് നേരുന്നുവെന്നും ഭാരതീയരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുവെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സ്നേഹം, കാരുണ്യം, ക്ഷമ എന്നിവയുടെ മൂർത്തിഭാവമാണ് ദലൈലാമ. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സർവ്വമത വിഭാഗങ്ങളും ആദരവോടെ സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ദലൈലാമയെപ്പോലെ സ്നേഹവും കരുണയും ജ്ഞാനവുമുള്ള മറ്റൊരു മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് ഹോളിവുഡ് താരം റിച്ചാർഡ് ഗിയർ പറഞ്ഞത്. ദലൈലാമ ടിബറ്റിൻ്റേതല്ല, മറിച്ച് ലോകത്തിൻ്റേതാണെന്ന് ലാമകൾ തന്നെ തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധിയും പവിത്രതയും സമയത്തിനും കാലാന്തരത്തിനും അപ്പുറമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Totally embodies selflessness, complete love and compassion and wisdom. We've never seen a human being like this. നളന്ദ സംസ്കാരം വിളിച്ചോതും വിധത്തിലുള്ള ഗവേഷണ കേന്ദ്രം ബീഹാറിലെ ബോധ്ഗയയിൽ ഉയരുമെന്ന് ധരംശാലയിലെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഭാരതത്തിന്റെയും ടിബറ്റിന്റെയും പൈതൃകം അറിയാൻ ഈ കേന്ദ്രം അവസരമൊരുക്കും. एक केंद्र बन रहा है. यह नालंदा परंपरा पर आधारित प्राचीन भारतीय और तिब्बती ज्ञान को संरक्षित करने और बढ़ावा देने के उद्देश्य से एक मल्टी
डिसिप्लिनरी इंस्टीट्यूशन होगा। ആത്മീയ ആചാര്യനപ്പുറത്തേക്കാണ് അദ്ദേഹത്തിന്റെ പവിത്രതയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പഴയ കാലത്തിനും പുതിയ കാലത്തിനുമിടയിലെ പാലമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഭാരതത്തിലുള്ളത് അനുഗ്രഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Your Holiness, you are more than a spiritual leader. You are a living bridge between ancient wisdom and the modern world. For over 7 decades, you have carried the light of Buddha's teachings with humility and clarity, guiding not only followers of Tibetan Buddhism, but people of all faith and backgrounds. ദലൈലാമയുടെ ദർശനങ്ങൾ ഭരണതത്വങ്ങളെ വരെ സ്വാധീനിക്കുന്നുവെന്ന് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു പറഞ്ഞു. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾക്ക് ഈ കാലത്ത് ഏറെ പ്രസക്തിയുണ്ടെന്നും പേമ ഖണ്ഡു കൂട്ടിച്ചേർത്തു. His Holiness teachings have influenced our governance philosophy. We draw inspirations from his principles of compassion and non-violence in shaping policies that promote harmony and collective well-being. സ്നേഹവും അഹിംസയും അനുകമ്പയും മുഖമുദ്രയാക്കിയ അദ്ദേഹം ഭാരതത്തിലെ ബുദ്ധമതത്തിന്റെ സംരക്ഷകനാണ്. സഹനമാണ് അദ്ദേഹം ഉരുവിടുന്ന മന്ത്രം. അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ നിരവധി പേരാണ് 14ാം ദലൈലാമയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നത്. ദലൈലാമയുടെ നവതി വർഷമായ 2025 സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ അനുകമ്പയുടെ വർഷമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദലൈലാമയുടെ ചൈതന്യം ധരംശാലയ്ക്കപ്പുറത്തേക്ക് തുടരുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അനുകമ്പയുടെയും സഹനത്തിന്റെയും വഴിയിലൂടെ നടന്ന അദ്ദേഹത്തിന് 1989 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകി ആദരിച്ചു. മതത്തിനപ്പുറത്തേക്ക് മനുഷ്യ മനസ്സിനെ അറിയാനുള്ള ഉപാസനയാണ് ബുദ്ധമതമെന്നാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. ന്യൂസ് ഡെസ്ക് ജനം. ദ്വിദിന സന്ദർശനത്തിന് കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൃദ്യമായ സ്വീകരണം. ഭാര്യ ഡോക്ടർ സുദേശ് ധൻഖറിനൊപ്പം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കുടുംബാംഗങ്ങളായ ആഭ വാജ്പേയി, കാർത്തികേയ് വാജ്പേയി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അംഗങ്ങളായ ആഭ വാജ്പേയി, കാർത്തികേയ് വാജ്പേയി എന്നിവരും ഉപരാഷ്ട്രപതിക്കൊപ്പമുണ്ടായിരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ നേതൃത്വത്തിൽ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, DGP റവാഡ ചന്ദ്രശേഖർ, ജില്ലാ കളക്ടർ NSK ഉമേഷ്, റൂറൽ SP M ഹേമലത, സിയാൽ മാനേജിംഗ് ഡയറക്ടർ S സുഹാസ്, സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ MS ഹരീഷ്ണൻ തുടങ്ങിയവരും സ്വീകരിക്കാനെത്തിയിരുന്നു. തുടർന്ന് കൊച്ചി നാവികസേന വിമാനത്താവളത്തിലേക്ക് തിരിച്ച ഉപരാഷ്ട്രപതി ഇന്ന് രാത്രി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ തങ്ങും. നാളെ രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി തൃശൂരിലേക്ക് തിരിക്കും. തുടർന്ന് കളമശ്ശേരിയിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം 10:55 നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ആശയവിനിമയം നടത്തും. ഉച്ചകഴിഞ്ഞ് 12:35 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും. ജനം, കൊച്ചി. കേരളത്തിലെ നിപ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം നാഷണൽ ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് എത്തുക. ഒരാഴ്ചയ്ക്കുള്ളിൽ സംഘം എത്തുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിപയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് സമ്മതിച്ച് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ആരോഗ്യമേഖലയിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്തത്. അത് പരിഹരിക്കുന്നതിൽ മെല്ലെപ്പോക്ക് ഉണ്ടോ എന്ന് ചർച്ച ചെയ്യുമെന്നും MA ബേബി ഡൽഹിയിൽ പറഞ്ഞു. വിദേശ ചികിത്സ മികച്ചതായതിനാലാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. ഇവിടെ നിന്ന് നെഹ്റുവും ഗാന്ധിയും ഉൾപ്പെടെ വിദേശത്തേക്ക് പഠിക്കാൻ പോയിട്ടുണ്ടെന്നും അതുപോലെ ഇതിനെ കണ്ടാൽ മതിയെന്നുമായിരുന്നു MA ബേബിയുടെ പ്രതികരണം. കേരളത്തിലെ ആരോഗ്യമേഖല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യമേഖലയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ആ ശ്രമങ്ങൾ വേണ്ടത്ര വേഗതയിലല്ലാത്ത പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം. കേരളത്തിലെ ആരോഗ്യമേഖലയുടെ മികവിനെ ഇടിച്ചു കാണിക്കുന്നതിനകത്ത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഈ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ആരോഗ്യകരമായൊരു മനോഭാവത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് കൂട്ടായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും. ഇപ്പം നിങ്ങൾക്കൊരു അസുഖം വന്നു, നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് എന്താ? നിങ്ങളുടെ അസുഖത്തിന് ഏറ്റവും നല്ല ചികിത്സ ഇവിടെ കിട്ടും. നമ്മുടെ ആയുർവേദ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്രയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾ വരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പഠിക്കാൻ.
മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും പിന്നെ UK പോലല്ലേ പഠിച്ചത്. അപ്പോൾ പഠിക്കാൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ വിദേശത്തു നിന്നുള്ള കുട്ടികളുണ്ട്. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, കേരളത്തിലേക്ക് വിദേശത്ത് നിന്ന് പഠിക്കാൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാറ് മൂലം കുടുങ്ങിയ ബ്രിട്ടീഷ് വിമാനമായ F-35 മടക്കിക്കൊണ്ടുപോകാൻ ബ്രിട്ടനിൽ നിന്നും സാങ്കേതിക വിദഗ്ധരെത്തി. 21 സംഘം റോയൽ എൻഫോഴ്സിന്റെ എയർബസ് 400 അറ്റ്ലസ് വിമാനത്തിലാണ് എത്തിയത്. അറ്റകുറ്റപ്പണിക്കായി F-35 പോർ വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റി. സാങ്കേതിക വിദഗ്ധരുമായി എത്തിയ എയർബസ് 400 വിമാനം 4:30 തിരികെ പറന്നു. ജൂൺ 14 രാത്രിയാണ് 5ാം തലമുറ ഗണത്തിൽപ്പെട്ട F-35 പോർ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി കുടുങ്ങിയത്. തീപിടിച്ച് 28 ദിവസമായി അറബിക്കടലിൽ തുടരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലായ വാൻഹായ് 503 അതീവ ദുർബലമെന്ന റിപ്പോർട്ട്. കപ്പലിൽ ആളുന്ന തീ കെടുത്താനും ലോഹഭാഗങ്ങൾ തണുപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. തുടർച്ചയായി ചൂടാവുകയും തണുക്കുകയും ചെയ്തതിലൂടെ കപ്പലിന്റെ ചട്ടക്കൂടിന്റെയും ബങ്കർ ടാങ്കിന്റെ പുറം ചട്ടകളുടെയും ദൃഢത നഷ്ടമായി. തീ ഇതുവരെ പൂർണ്ണമായും കെടുത്താനുമായിട്ടില്ല. വെള്ളവും രാസവസ്തുക്കളും തുടർച്ചയായി പമ്പ് ചെയ്ത് കപ്പലിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് 1 മാസമായി നടക്കുന്നത്. തുടർച്ചയായി ചൂടാകുകയും തണുക്കുകയും ചെയ്തതിലൂടെ കപ്പലിന്റെ ചട്ടക്കൂടിന്റെയും ബങ്കർ ടാങ്കിന്റെയും പുറം ചട്ടകളുടെ ദൃഢത നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും പടർന്ന തീ ഇനിയും പൂർണ്ണമായി കെടുത്താനായിട്ടില്ല. ഹെവി ഫ്യൂവൽ ഓയിൽ, ഡീസൽ ഓയിൽ വിഭാഗങ്ങളിലായി ഏതാണ്ട് 2340 ടൺ ഇന്ധനം ഇനിയും കപ്പലിലുണ്ട്. കപ്പലിപ്പോഴും ഇന്ത്യൻ സമുദ്ര സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ്. പക്ഷേ മുങ്ങിയാൽ രാജ്യത്തിന്റെ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വൻ നാശമുണ്ടാകും. തീകെടുത്താതെ കപ്പലിന് തുറമുഖങ്ങളിൽ പോർട്ട് ഓഫ് റെഫ്യൂജ് ലഭിക്കില്ല. ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖത്തേക്ക് കപ്പൽ മാറ്റാനായിരുന്നു നീക്കമെങ്കിലും ശ്രീലങ്ക വിസമ്മതം അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് നീക്കം ഉപേക്ഷിച്ചു. അതോടെ കടുത്ത നിയമവ്യവസ്ഥകളില്ലാത്ത പണം നൽകിയാൽ വഴങ്ങുന്ന ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അഭയ തുറമുഖം കണ്ടെത്താനാണ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഷിപ്പിംഗ് ആലോചിക്കുന്നത്. ജനം, കൊച്ചി. ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് സമ്മേളന വേദിയിലെത്തി. റിയോ ഡി ജനീറോയിലെ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിലാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. വേദിയിലെത്തിയ പ്രധാനമന്ത്രിയെ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ സ്വീകരിച്ചു. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഹൃദ്യമായ ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് ബ്രസീലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും സുരേഷ്, ഏറ്റവും ഹൃദ്യമായൊരു സ്വീകരണം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. നേരത്തെ തന്നെ ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രിക്ക് വളരെ ഉജ്ജ്വലമായൊരു സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുകയും അതുപോലെ തന്നെ റയോ ഡി ജനീറോയിലെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെയും അത് കലാപരിപാടികളെല്ലാം അവതരിപ്പിച്ചും സ്വീകരണം നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അല്പസമയം മുമ്പാണ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് എന്ന് പറയുന്ന ബ്രിക്സ് സമ്മേളനം നടക്കുന്ന വേദിയിലെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി വേദിയിലെത്തിയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വേദിയിലെത്തിയതിന് ശേഷം പ്രധാനമന്ത്രിയെ ബ്രിക്സിൻ്റെ അധ്യക്ഷനും ബ്രസീൽ പ്രസിഡന്റുമായ ലുല ഡി സിൽവ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആ മ്യൂസിയത്തിലേക്ക് അദ്ദേഹം എത്തിയ ദൃശ്യങ്ങളും, അതായത് സമ്മേളന വേദിയിലേക്ക് എത്തിയ ദൃശ്യങ്ങളുമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഏറ്റവും നിർണായകവും ഏറെ കാര്യഗൗരവമുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെയാണ് ലുല ഡി സിൽവയുടെ ഭാഗത്ത് നിന്ന് ബ്രിക്സിൻ്റെ സ്വന്തമായ നാണയം അനിവാര്യമെന്ന നിലപാട് പുറത്തു വരികയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നിലപാട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ട്രംപ് എല്ലാം തന്നെ കൃത്യമായി അത്തരത്തിലുള്ള നീക്കങ്ങളെ അംഗീകരിക്കില്ല എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു സമ്മേളനമാണ് നടക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉച്ചകോടിയാണ് നടക്കാനിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രത്യേകത. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെയോടെ ബ്രസീലിലെത്തിയ അദ്ദേഹം ഇപ്പോൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഉച്ചകോടിയുടെ വേദിയിലെത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭാരതത്തിൻ്റെ വളരെ കൃത്യമായ നിലപാട് ബ്രസീൽ ഉച്ചകോടിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത് ഗ്ലോബൽ സൗത്തിനെ ശാക്തീകരിക്കുക എന്ന കൃത്യമായ നീക്കമാണ് പ്രധാനമന്ത്രി നടത്തുക എന്നും അറിയാനും സാധിക്കുന്നുണ്ട്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.